ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ തന്നെ വിക്കറ്റ് കീപ്പറാക്കിയ ടീം മാനേജ്മെന്റിന്റെ തീരുമാനം ശരിയായിരുന്നുവെന്ന മിന്നുന്ന പ്രകടനത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് രാഹുൽ. വിക്കറ്റിന് പിറകിൽ രാഹുൽ ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ചും റിവ്യൂ എടുക്കുന്നതിൽ അദ്ദേഹം പുലർത്തിയ മിടുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ പ്രതിസന്ധി ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ ഇത് സഹായിക്കുകയും ചെയ്തു. കളിയിൽ ഒരു പ്രധാനപ്പെട്ട റിവ്യൂ നഷ്ടപ്പെടാതെ കാക്കാൻ ഇന്ത്യയെ സഹായിച്ചത് രാഹുലിന്റെ ഇടപെടലായിരുന്നു. ശിവം ദുബെ എറിഞ്ഞ 14ാമത്തെ ഓവറിലായിരുന്നു സംഭവം. ഇതേ ഓവറിലെ ആദ്യ ബോളിൽ കുശാൽ മെൻഡിസിനെ ദുബെ വിക്കറ്റിന് മുന്നിൽ കുരുക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ ഏകദിന വിക്കറ്റ് കൂടിയായിരുന്നു. പിന്നാലെയാണ് 4ാമത്തെ ബോളിൽ നിസംഗക്കെതിരെ ശക്തമായ അപ്പീൽ വരുന്നത്. ലെഗ് സൈഡിലൂടെ പോയ ബോൾ എവിടെയോ തട്ടിയ ശേഷം നേരെ വിക്കറ്റിനു പിന്നിൽ രാഹുലിന്റെ കൈകളിലേക്ക് വരികയായിരുന്നു. തുടർന്ന് ദുബൈയുടെയും ഇന്ത്യൻ താരങ്ങളുടെയും ശക്തമായ ക്യാച്ച് അപ്പീൽ. പക്ഷേ അമ്പയർ അത് തള്ളിക്കളയുകയായിരുന്നു. മാത്രമല്ല വൈഡ് വിളിക്കുകയും ചെയ്തു. പിന്നാലെ റിവ്യൂ എടുക്കണമോ എന്നതിനെക്കുറിച്ച് തീരുമാനിക്കാൻ രാഹുലിന് അടുത്തേക്ക് രോഹിത് ഓടിയെത്തുന്നു. മിഡ് വിക്കറ്റിലുണ്ടായിരുന്ന ഫീൽഡറായ ശ്രേയസ് അയ്യർ അത് ഔട്ടാണെന്ന ഉറപ്പിലായിരുന്നു. രോഹിത്തിനോട് ഇക്കാര്യം പറയുകയും ചെയ്തു. പക്ഷേ ശ്രേയസിനെ രോഹിത്തിന് അത്ര വിശ്വാസമില്ലായിരുന്നു. അദ്ദേഹം രാഹുലിന്റെ കൂടി അഭിപ്രായം തേടുകയായിരുന്നു. പക്ഷേ രാഹുൽ അത്ര ആത്മവിശ്വാസത്തിലായിരുന്നില്ല. റിവ്യൂ വേണ്ടെന്ന് അദ്ദേഹം രോഹിത്തിനെ അറിയിക്കുകയായിരുന്നു. ഇവർക്ക് അരികിലേക്ക് വന്ന വിരാട് കോഹ്ലിക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു. ഇതോടെ ശ്രേയസിന്റെ അഭിപ്രായം തള്ളി രോഹിത് വിക്കറ്റ് കീപ്പറായ രാഹുലിന്റെ ഉപദേശം സ്വീകരിച്ച് റിവ്യൂ വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. മാത്രമല്ല റിവ്യൂ വേണ്ടെന്ന് വെച്ച് തിരികെ പോകവേ ശ്രേയസിനോട് രോഹിത് ഹിന്ദിയിൽ പറഞ്ഞ കാര്യങ്ങൾ സ്റ്റംപ് മൈക്കിലൂടെ പുറത്തു വരികയും ചെയ്തു. ബാറ്റും പാഡും ബോളിൽ നിന്നും ദൂരത്തു കൂടിയാണോ ബോൾ പോകുന്നതെന്നാണ് നിങ്ങൾ പറയേണ്ടതെന്നും ശ്രേയസിനോട് രോഹിത് പറയുന്നതായി സ്റ്റംപ് മൈക്കിൽ നിന്ന് കേൾക്കാം. റിവ്യൂ വേണ്ടെന്ന് വെക്കാനുള്ള രോഹിത്തിന്റെ തീരുമാനമാണ് ശരിയെന്ന് പിന്നാലെ റീപ്ലേകളിൽ തെളിയുകയും ചെയ്തു. നിസംഗയുടെ പാഡിൽ തട്ടിയാണ് ബോൾ രാഹുൽ പിടികൂടിയതെന്ന് റീപ്ലേയിൽ വ്യക്തമാവുകയായിരുന്നു. ഇതാദ്യമായല്ല വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ റിവ്യൂകൾ എടുക്കുന്നതിലുള്ള രാഹുലിന്റെ കഴിവ് രോഹിത്തിന്റെ രക്ഷയ്ക്കെത്തുന്നത്. കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ഏകദിന ലോകകപ്പിൽ ഇന്ത്യയുടെ വിക്കറ്റ് കാത്തത് അദ്ദേഹമായിരുന്നു. പരിക്കു കാരണം ഋഷഭ് പന്തിന് ടൂർണമെന്റ് നഷ്ടമായതോടെയാണ് രാഹുൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി മാറിയത്. 5ാം നമ്പറിൽ അദ്ദേഹം ബാറ്റും ചെയ്തിരുന്നു. ലോകകപ്പിലെ പല മത്സരങ്ങളിലും റിവ്യൂ എടുക്കുന്നതിൽ രാഹുലിൻ്റെതായിരുന്നു അവസാന വാക്ക്. റിവ്യൂ വേണ്ടെന്ന് രോഹിത്തിനെ പലതവണ അദ്ദേഹം ഉപദേശിക്കുകയും ചെയ്തിരുന്നു. ലോകകപ്പിൽ മാത്രമല്ല അതിന് തൊട്ടുമുമ്പ് നടന്ന ഏഷ്യ കപ്പിലും രാഹുലിന്റെ മികവാണ് രോഹിത്തിനെ കൃത്യമായ റിവ്യൂകൾ എടുക്കാൻ സഹായിച്ചത്.